ഹലോ ഓൾ, വെൽക്കം ടു ദിശ അക്കാഡമി. 2025 CGLന്റെ ടയർ 2 എക്സാം ഡിസംബറിൽ നടക്കുമെന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ആൻഡ് ടയർ 2 എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ദിശ അക്കാഡമി GK സബ്ജക്ട്സിന്റെ ഈ ഒരു വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു സീരീസിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഇനി വരുന്ന എക്സാമിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന പുതിയ എക്സാം പാറ്റേണുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇത് നമ്മുടെ ഫസ്റ്റ് സെഷൻ ആണ്. ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യേണ്ട, നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. First question: in which of the following cases did the Supreme Court direct that the Parliament cannot take away or abridge any of the fundamental rights for the implementation of directive principles? ഇതിൽ ഏത് കേസിലാണ് സുപ്രീം കോർട്ട് ഇങ്ങനെ റൂൾ ചെയ്ത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ് അമെൻഡ് ചെയ്യാനുള്ള പവർ പാർലമെന്റിന് ഇല്ല എന്ന് ഏത് സുപ്രീം കോർട്ട് ജഡ്ജ്മെന്റിലാണ് സുപ്രീം കോർട്ട് പറഞ്ഞത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, ഗോലക്നാഥ് കേസ് ഓഫ് 1967. ഓപ്ഷൻ ബി, കേശവാനന്ദ ഭാരതി കേസ് ഓഫ് 1973. ഓപ്ഷൻ സി, ഇന്ദിര സാനി കേസ് ഓഫ് 1992. ആൻഡ് ഓപ്ഷൻ ഡി, മിനർവ മിൽസ് കേസ് ഓഫ് 1980. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഗോലക്നാഥ് കേസ് ഓഫ് 1967. 1967ലെ ഗോലക്നാഥ് കേസിലാണ് സുപ്രീം കോർട്ട് ഇങ്ങനെ പറഞ്ഞത്: പാർലമെന്റിന് ഫണ്ടമെന്റൽ റൈറ്റ്സ് അമെൻഡ് ചെയ്യാൻ, ചേഞ്ച് ചെയ്യാനുള്ള പവർ ഇല്ല എന്നാണ് എന്ത് ചെയ്യുന്നത് ഗോലക്നാഥ് കേസിൽ സുപ്രീം കോർട്ട് ജഡ്ജ്മെന്റിൽ പറയുന്നത്. എന്നാൽ പിന്നീട് വന്ന കേശവാനന്ദ ഭാരതി കേസിൽ 1973 പിന്നീട് നടന്ന കേശവാനന്ദ ഭാരതി കേസിൽ എന്ത് ചെയ്തു, ഈ ഒരു ജഡ്ജ്മെന്റ് സുപ്രീം കോർട്ട് റിവേഴ്സ് ചെയ്തു. സോ ഈ ഒരു കേസിൽ, കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോർട്ട് പറഞ്ഞത് പാർലമെന്റിന് എന്ത് ചെയ്യാൻ സാധിക്കും, ഫണ്ടമെന്റൽ റൈറ്റ്സ് അമെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. പാർലമെന്റിന് ഫണ്ടമെന്റൽ റൈറ്റ്സ് അമെൻഡ് ചെയ്യാനായിട്ടുള്ള പവർ ഉണ്ട് എന്നാണ് കേശവാനന്ദ ഭാരതി കേസിൽ എന്ത് ചെയ്ത് സുപ്രീം കോർട്ട് പറഞ്ഞത്. പക്ഷേ ഈ ഒരു പവർ എന്തല്ല, അബ്സല്യൂട്ട് അല്ല. പാർലമെന്റിന് ഫണ്ടമെന്റൽ റൈറ്റ്സ് ചേഞ്ച് ചെയ്യാം, അമെൻഡ് ചെയ്യാം. പക്ഷെ അങ്ങനെ അമെൻഡ് ചെയ്യുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചറിനെ എന്ത് ചെയ്യാൻ പാടില്ല, ചേഞ്ച് ചെയ്യാനായിട്ട് പാടില്ല എന്നും കൂടി പറഞ്ഞു. അതായത് ആദ്യമായിട്ട് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ സുപ്രീം കോർട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഒരു കേശവാനന്ദ ഭാരതി കേസിലാണ്. കേശവാനന്ദ ഭാരതി കേസ് ഓഫ് 1973. കേശവാനന്ദ ഭാരതി കേസിന്റെ ഇമ്പോർട്ടൻസ് ഇതാണ്. ഈ ഒരു കേസിൽ സുപ്രീം കോർട്ട് പറഞ്ഞു പാർലമെന്റിന് ഫണ്ടമെന്റൽ റൈറ്റ്സ് അമെൻഡ് ചെയ്യാനായിട്ടുള്ള പവർ ഉണ്ട്. പക്ഷേ ഇങ്ങനെ അമെൻഡ് ചെയ്യുമ്പോഴും അത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചറിനെ എന്ത് ചെയ്യാൻ പാടില്ല, അഫക്ട് ചെയ്യാൻ ഓർ ചേഞ്ച് ചെയ്യാൻ പാടില്ലെന്നും സുപ്രീം കോർട്ട് എന്ത് ചെയ്തു, ആഡ് ചെയ്തിരുന്നു. അതായത് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കേസ് എന്ന് പറയുന്നത് കേശവാനന്ദ ഭാരതി കേസ് ഓഫ് 1973 ആണ്. ഇനി ബാക്കിയുള്ള കേസസിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കാം. മിനർവ മിൽസ് കേസ് ഓഫ് 1980ലെ മിനർവ മിൽസ് കേസിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജുഡീഷ്യൽ റിവ്യൂ ഒരു ബേസിക് സ്ട്രക്ചർ, കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചറിനകത്ത് വരുന്ന കാര്യമാണ് സുപ്രീം കോർട്ട് റൂൾ ചെയ്യുന്നത് ഈ ഒരു കേസിലാണ്. സോ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചർ ആണ്, അല്ലെങ്കിൽ ബേസിക് ഫീച്ചറിൽ പെടുന്ന ഒരു കാര്യമാണെന്ന് മിനർവ മിൽസ് കേസിലാണ് എന്ത് ചെയ്യുന്നത്, സുപ്രീം കോർട്ട് റൂൾ ചെയ്യുന്നത്. സോ ഏത് കേസിലാണ് ജുഡീഷ്യൽ റിവ്യൂ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചറിൽ പെടുന്ന കാര്യമാണെന്ന് സുപ്രീം കോർട്ട് റൂൾ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മിനർവ മിൽസ് കേസ് ഓഫ് 1980 ആണ്. ഈ ഒരു കേസിന് ശേഷമാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ത് ചെയ്തത്, ബേസിക് സ്ട്രക്ചറിന്റെ ആ ഒരു ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടത്. ഇനി ഇന്ദിര സാനി കേസ് ഓഫ് 1992ലെ ഇന്ദിര സാനി കേസിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു കേസിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്ന 27% OBC റിസർവേഷൻ, OBCസിന് വേണ്ടി, അതർ ബാക്ക്വേർഡ് ക്ലാസസിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത 27% റിസർവേഷൻ കോടതി ശരിവെക്കുന്നത് ഈ ഒരു ഇന്ദിര സാനി കേസിലാണ്. ഇന്ദിര സാനി കേസിനെ മറ്റൊരു ഫേമസ് പേരിലും കൂടി അറിയപ്പെടാറുണ്ട്, ദാറ്റ് ഈസ് മണ്ഡൽ കമ്മീഷൻ കേസ്. ഇന്ദിര സാനി കേസിന്റെ മറ്റൊരു പേരാണെന്ത്, മണ്ഡൽ കമ്മീഷൻ കേസ് എന്ന് പറയുന്നത്. മണ്ഡൽ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ ബേസിസിൽ OBCസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 27% റിസർവേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇങ്ങനെ 27% റിസർവേഷൻ കൊടുത്തത് ശരിവെച്ച കേസാണെന്ത്, ഇന്ദിര സാനി കേസ് എന്ന് പറയുന്നത്. അതുകൂടാതെ കോർട്ട് ഈ ഒരു കേസിൽ ഒരു കാര്യം കൂടി പറഞ്ഞു, ടോട്ടൽ റിസർവേഷൻ എന്ന് പറയുന്നത് SCസിനും STസിനും അതുപോലെ തന്നെ OBCസിനും കൊടുക്കുന്ന റിസർവേഷൻസ്, എങ്ങനെയുള്ള റിസർവേഷൻസ് ആയാലും ആ ടോട്ടൽ റിസർവേഷൻ എന്ന് പറയുന്നത് മാക്സിമം 50% മാത്രമേ ആകാൻ പാടുള്ളൂ.
50% കൂടാൻ പാടില്ല എന്നും എന്ത് ചെയ്തു ഈ ഒരു കേസിൽ കോർട്ട് പറഞ്ഞു. SCസിന്, STസിന്, OBCസിന് ഇവർക്ക് 3 പേർക്കും കൊടുക്കുന്ന റിസർവേഷൻ എന്ന് പറയുന്നത് 50% കൂടാൻ പാടില്ല എന്ന് സുപ്രീം കോർട്ട് റൂൾ ചെയ്യുന്നത് ഈ ഒരു ഇന്ദിരാ സാഹ്നി കേസ് ഓഫ് 1992ലാണ്. സോ ഈ ഒരു കേസിന് 2 ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒന്നാമത്തെ എന്ന് പറയുന്നത് 27% OBC റിസർവേഷൻ കോർട്ട് എന്ത് ചെയ്തു എഗ്രി ചെയ്തു. അതുകൂടാതെ SCs, STs, OBCs എല്ലാവർക്കും കൂടി കൊടുക്കുന്ന റിസർവേഷന്റെ ടോട്ടൽ എന്ന് പറയുന്നത് 50% കൂടാൻ പാടില്ല. റിസർവേഷൻ എന്ത് ചെയ്തു ഒരു ക്യാപ്പ് ഫിക്സ് ചെയ്തു അല്ലെങ്കിൽ ഒരു ലിമിറ്റ് ഫിക്സ് ചെയ്തു. അതെന്ന് പറയുന്നതാണ് 50% ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, select the option that is true regarding the following 2 statements labeled assertion and reason. 2 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അസേർഷനും റീസണും പറഞ്ഞിട്ടുള്ള 2 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഇതിനകത്ത് ശരി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അസേർഷൻ, the first battle of Panipat was one of the decisive battles of India. First battle of Panipat was one of the decisive battles of India. റീസൺ ആയിട്ട് കൊടുത്തിരിക്കുന്നത് it brought into power a new band of invaders called Mughals. It brought into power a new band of invaders called Mughals. Option A is true, assertion is true but reason is false. Option B, statements A and R are true but R is not the correct explanation of A. Option C, statements A and R are true and R is the correct explanation of A. Option D, R is true but A is false. 2 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അസേർഷനും റീസണും പറഞ്ഞിട്ടുള്ള 2 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. സ്റ്റേറ്റ്മെന്റ്സ് A and R are true and R is a correct explanation of A. അസേർഷനും കറക്റ്റ് ആണ്, റീസണും കറക്റ്റ് ആണ്. ആൻഡ് റീസൺ എന്ന് പറയുന്നത് എന്താണ് അസേർഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. ഇനി നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? ദ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് വാസ് വൺ ഓഫ് ദി ഡിസൈസീവ് ബാറ്റിൽസ് ഓഫ് ഇന്ത്യ. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് എന്ന് പറയുന്നത് 1526ലാണ് നടക്കുന്നത്. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് ഏത് വർഷമാണ് നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വാസ് ഇൻ 1526, 1526ലാണ് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് നടക്കുന്നത്. ആൻഡ് ഇതെന്ന് പറയുന്നതാണ് ഇന്ത്യയെ സംബന്ധിച്ച് വൺ ഓഫ് ദ ഡിസൈസീവ് ബാറ്റിൽസ് ആയിരുന്നു. ഇനി ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് ആരൊക്കെ തമ്മിലാണ് ഫൈറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വാസ് ഫോട്ട് ബിറ്റ്വീൻ ബാബർ ആൻഡ് ഇബ്രാഹിം ലോധി. ബാബറിന്റെയും ഇബ്രാഹിം ലോധിയുടെയും ഇടയിലാണ് ഈ ഒരു ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് എന്ത് ചെയ്യുന്നത് നടക്കുന്നത്. സോ ഈ ഒരു ബാറ്റിൽ ഫൈറ്റ് ചെയ്യുന്നത് ബാബറും ഇബ്രാഹിം ലോധിയാണ്. സോ ഇബ്രാഹിം ലോധി എന്ന് പറയുന്നത് ലോധി ഡൈനാസ്റ്റിയിലെ ലാസ്റ്റ് റൂളർ ആയിരുന്നു. അതുപോലെ തന്നെ ഡൽഹി സുൽത്താനേറ്റിലെയും ലാസ്റ്റ് റൂളർ ആയിരുന്നു. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് 1526 നടക്കുന്നു. ആരൊക്കെ തമ്മിലാണ് ഫൈറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിലാണ് ഫൈറ്റ് ചെയ്യുന്നത്. ഈ ഒരു ബാറ്റിൽ ബാബർ ആണ് എന്ത് ചെയ്യുന്നത് വിജയിക്കുന്നത്. ആൻഡ് ഇബ്രാഹിം ലോധി പരാജയപ്പെടുകയും ഈ യുദ്ധത്തിൽ വെച്ച് തന്നെ വധിക്കപ്പെടുകയും ചെയ്യുന്നു. ആൻഡ് അതോടുകൂടി എന്ത് ചെയ്തു ഡൽഹി സുൽത്താനേറ്റ് അവസാനിക്കുന്നു. ഡൽഹി സുൽത്താനേറ്റിലെ ലാസ്റ്റ് ഡൈനാസ്റ്റി ആയിരുന്നു ലോധി ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. ഈ ഒരു ലോധി ഡൈനാസ്റ്റിയിലെ ലാസ്റ്റ് റൂളർ ആയിരുന്നു ഇബ്രാഹിം ലോധി. ഇബ്രാഹിം ലോധി ഈ ഒരു ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്തിൽ മരണപ്പെട്ടതോടുകൂടി എന്ത് ചെയ്തു ഡൽഹി സുൽത്താനേറ്റ് ഇവിടെ അവസാനിച്ചു. ആൻഡ് ബാബർ വിജയിച്ചു. ആൻഡ് ബാബറിന്റെ വിജയത്തിന് ശേഷം എന്ത് ചെയ്തു ഒരു പുതിയ ഗ്രൂപ്പ് ഓഫ് റൂളേഴ്സ് അല്ലെങ്കിൽ പുതിയൊരു ഡൈനാസ്റ്റി ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു. അതാണെന്ത് മുഗൾ ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. സോ മുഗൾ ഡൈനാസ്റ്റി ഫൗണ്ട് ചെയ്യുന്നത് ബാബർ ആണ്. ആൻഡ് മുഗൾ ഡൈനാസ്റ്റിയുടെ എസ്റ്റാബ്ലിഷ്മെന്റിന് കാരണമായിട്ടുള്ള ബാറ്റിൽ ആണെന്ത് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് എന്ന് പറയുന്നത്. സോ അസേർഷൻ കറക്റ്റ് ആണ്. ആൻഡ് അതിന് കൊടുത്തിരിക്കുന്ന റീസണും കറക്റ്റ് ആണ്. ആൻഡ് ഈ റീസൺ എന്ന് പറയുന്നത് എന്താണ് അസേർഷന്റെ കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ്. Next question, which of the following constitutional amendment acts made the president bound by the advice of the council of ministers headed by the prime minister? ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ടിന് ശേഷമാണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കൊടുക്കുന്ന അഡ്വൈസ് പ്രസിഡന്റിന്റെ മുകളിൽ ബൈൻഡിങ് ആയിട്ട് മാറിയത്, പ്രസിഡന്റിന്റെ മുകളിൽ മാൻഡേറ്ററി ആയിട്ട് മാറിയത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 48th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട്, ഓപ്ഷൻ ബി 40th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട്, ഓപ്ഷൻ സി 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ആൻഡ് ഓപ്ഷൻ ഡി 46th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട്. ഇതിൽ ഏത് അമെൻമെന്റ് ആക്ടിന് ശേഷമാണ് ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ടിന് ശേഷമാണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കൊടുക്കുന്ന അഡ്വൈസ് പ്രസിഡന്റിന്റെ മുകളിൽ ബൈൻഡിങ് ആയത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ഓഫ് 1976 ആണ്. 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ഓഫ് 1976 ശേഷമാണ്
കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കൊടുക്കുന്ന അഡ്വൈസ് പ്രസിഡന്റിന് മുകളിൽ എന്ത് ചെയ്യുന്നത് ബൈൻഡിങ് ആയിട്ട് മാറുന്നത്. ഇനി ഈ ഒരു കാര്യം പറയുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു പ്രൊവിഷൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 74 ആണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 74 പറയുന്നതനുസരിച്ച് there should be a council of ministers. ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കണം. ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ ഹെഡ് ചെയ്യുന്നത് ആരായിരിക്കണം? ഒരു പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. ആർട്ടിക്കിൾ 74 അനുസരിച്ച് ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കണം. ആ ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ ഹെഡ് ചെയ്യുന്നത് ആരായിരിക്കും? പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. ഇങ്ങനെ പ്രൈം മിനിസ്റ്റർ ഹെഡ് ചെയ്യുന്ന ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? പ്രസിഡന്റിനെ എയ്ഡ് ചെയ്യുകയും അഡ്വൈസ് ചെയ്യുകയും ചെയ്യുന്നത്. പ്രസിഡന്റിന്റെ ഫംഗ്ഷൻസ് അദ്ദേഹം നിർവഹിക്കുന്നതിൽ അദ്ദേഹത്തിനെ എയ്ഡ് ചെയ്യുകയും അഡ്വൈസ് ചെയ്യുകയും ചെയ്യുന്നത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആയിരിക്കും, which will be headed by the Prime Minister of India. ഇതാണ് ആർട്ടിക്കിൾ 74 പറയുന്നത്. 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ഓഫ് 1976 മുമ്പ് വരെ ആർട്ടിക്കിൾ 74 ഇത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പ്രസിഡന്റിനെ എയ്ഡ് ചെയ്യുന്നതിനും അഡ്വൈസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ ഹെഡ് ചെയ്യുന്നത് പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. ഇത്ര മാത്രമായിരുന്നു ആർട്ടിക്കിൾ 74 ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. ഈ ആർട്ടിക്കിൾ 74 പ്രകാരം കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കൊടുക്കുന്ന അഡ്വൈസ് പ്രസിഡന്റിന്റെ മുകളിൽ ബൈൻഡിങ് ആണോ അല്ലയോ എന്നുള്ള കാര്യം ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ലായിരുന്നു. 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ഓഫ് 1976 പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? ഗവൺമെന്റ് ഒരു പ്രൊവിഷൻ എക്സ്ട്രാ ആയിട്ട് ആർട്ടിക്കിൾ 74 ആഡ് ചെയ്തത്. അതായത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കൊടുക്കുന്ന അഡ്വൈസ് പ്രസിഡന്റിന്റെ മുകളിൽ ബൈൻഡിങ് ആയിരിക്കും എന്ന് എഴുതി ചേർക്കുന്നത് ഈ ഒരു 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ഓഫ് 1976 ശേഷമാണ്. 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ഓഫ് 1976 ആണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആർട്ടിക്കിൾ 74 പ്രകാരം കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കൊടുക്കുന്ന അഡ്വൈസ് പ്രസിഡന്റിന്റെ മുകളിൽ എന്ത് ചെയ്യുന്നത്? ബൈൻഡിങ് ആക്കി മാറ്റുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആണ് 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ഓഫ് 1978. എന്താണ് ഈ 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ഓഫ് 1978 ഇമ്പോർട്ടൻസ് ചോദിച്ചു കഴിഞ്ഞാൽ, ആർട്ടിക്കിൾ 74 പറയുന്നതനുസരിച്ച് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് പ്രസിഡന്റിന് കൊടുക്കുന്ന അഡ്വൈസ് പ്രസിഡന്റിന് മുകളിൽ എന്താണ്? ബൈൻഡിങ് ആണ് ആഫ്റ്റർ ദി 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ഓഫ് 1976. പക്ഷേ 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ഓഫ് 1978 എന്ത് ചെയ്തു? ഇതിനകത്ത് ഒരു അഡീഷണൽ സേഫ് ഗാർഡ് ആഡ് ചെയ്തു. അതായത് ഇങ്ങനെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കൊടുക്കുന്ന അഡ്വൈസിനകത്ത് പ്രസിഡന്റിന് എന്തെങ്കിലും ഒരു അതൃപ്തി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ ഓർ സേഫ് ഗാർഡ് കൂടി എന്ത് ചെയ്തു? ഈ ഒരു 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ഓഫ് 1978 ആഡ് ചെയ്തു. 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ഓഫ് 1978 പ്രകാരം ഈ ആർട്ടിക്കിൾ 74 ഒരു അഡീഷണൽ പ്രൊവിഷൻ കൂടി ആഡ് ചെയ്തു. അതായത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കൊടുക്കുന്ന അഡ്വൈസ് പ്രസിഡന്റിന് വേണമെന്നുണ്ടെങ്കിൽ പ്രസിഡന്റിന് അത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഒന്നും കൂടി പരിശോധിക്കണമെന്ന് പ്രസിഡന്റിന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യാൻ സാധിക്കും? റിട്ടേൺ ചെയ്യാനായിട്ട് സാധിക്കും. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കൊടുക്കുന്ന അഡ്വൈസിൽ പ്രസിഡന്റിന് എന്തെങ്കിലും ഒരു അതൃപ്തി തോന്നിക്കഴിഞ്ഞാൽ ആ ഒരു അഡ്വൈസ് പുനഃപരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ അടുത്തോട്ട് റിട്ടേൺ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു തവണ റിട്ടേൺ ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ റിട്ടേൺ ചെയ്ത അഡ്വൈസ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് വീണ്ടും അതേപോലെ തന്നെ പ്രസിഡന്റിനോട് അഡ്വൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് പ്രസിഡന്റിന് വേറെ ഓപ്ഷൻ ഒന്നുമില്ല, സൈൻ ചെയ്തേ പറ്റുള്ളൂ. അതാണ് 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ഓഫ് 1978 ആഡ് ചെയ്തത്. 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ഓഫ് 1978 ഒരു അഡീഷണൽ കാര്യം മാത്രമാണ് ഈ ആർട്ടിക്കിൾ 74 ആഡ് ചെയ്തത്. പ്രസിഡന്റിന് വേണമെന്നുണ്ടെങ്കിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കൊടുക്കുന്ന അഡ്വൈസ് ഒന്ന് റീകൺസിഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിലേക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? റിട്ടേൺ ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ റിട്ടേൺ ചെയ്ത് വിട്ട അഡ്വൈസ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അതേപോലെ തന്നെ വീണ്ടും പ്രസിഡന്റ് അടുത്തേക്ക് അയക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് പ്രസിഡന്റ് എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ? അത് ഒബേ ചെയ്യുക മാത്രമേ പ്രസിഡന്റിന് വേറെ വഴിയുള്ളൂ. ഇതാണ് 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ഓഫ് 1978. Next question. Madura was the second capital of Dash dynasty. ഏത് ഡൈനാസ്റ്റിയുടെ സെക്കൻഡ് ക്യാപിറ്റൽ ആയിരുന്നു മധുര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഗുപ്ത ഡൈനാസ്റ്റി, ഓപ്ഷൻ ബി കുഷാന ഡൈനാസ്റ്റി, ഓപ്ഷൻ സി മൗഖ്രി ഡൈനാസ്റ്റി ആൻഡ് ഓപ്ഷൻ ഡി മൗര്യ ഡൈനാസ്റ്റി. ഇതിൽ ഏത് ഡൈനാസ്റ്റിയുടെ സെക്കൻഡ് ക്യാപിറ്റൽ രണ്ടാമത്തെ തലസ്ഥാനമായിരുന്നു മധുര എന്ന് പറയുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, കുഷാന ഡൈനാസ്റ്റി. കുഷാന ഡൈനാസ്റ്റിയുടെ സെക്കൻഡ് ക്യാപിറ്റൽ ആയിരുന്നു മധുര എന്ന് പറയുന്നത്.
കുഷാന ഡൈനാസ്റ്റി എന്ന് പറയുന്നത് നോർത്തേൺ ഇന്ത്യയിലും സെൻട്രൽ ഏഷ്യയുടെ ചില പാർട്ടിലും റൂൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഡൈനാസ്റ്റിയായിരുന്നു. നോർത്തേൺ ഇന്ത്യയിലും സെൻട്രൽ ഏഷ്യയുടെ ചില പാർട്ടുകളിലും റൂൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഡൈനാസ്റ്റി ആയിരുന്നു കുഷാന ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. ആൻഡ് കുഷാന ഡൈനാസ്റ്റിയുടെ ഫസ്റ്റ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് പുരുഷാപൂർ ആണ്. കുഷാന ഡൈനാസ്റ്റിയുടെ ഫസ്റ്റ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് പുരുഷാപൂർ ആയിരുന്നു. പുരുഷാപൂർ എന്ന് പറയുന്നത് ഇന്നത്തെ മോഡേൺ ഡേ പെഷാവർ ആണ്. ഇന്നത്തെ മോഡേൺ ഡേ പെഷാവർ ആയിട്ടുള്ള പുരുഷാപൂർ ആണ് കുഷാന ഡൈനാസ്റ്റിയുടെ ഫസ്റ്റ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഫസ്റ്റ് ക്യാപിറ്റൽ ഓഫ് കുഷാന ഡൈനാസ്റ്റി എന്ന് പറയുന്നത് പുരുഷാപൂർ ആയിരുന്നു. പുരുഷാപൂർ എന്ന് പറയുന്നത് എന്താണ്? ഇന്നത്തെ മോഡേൺ ഡേ പെഷാവർ ആണ്. ആൻഡ് സെക്കൻഡ് ക്യാപിറ്റൽ ആയിരുന്നു എന്ത്? മധുര എന്ന് പറയുന്നത്. ഇനി കുഷാന ഡൈനാസ്റ്റിയുടെ മറ്റൊരു സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഗോൾഡ് കോയിൻസ് ഇഷ്യൂ ചെയ്യുന്ന ഡൈനാസ്റ്റി എന്ന് പറയുന്നത് കുഷാന ഡൈനാസ്റ്റിയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഗോൾഡ് കോയിൻസ് ഇഷ്യൂ ചെയ്യുന്ന ഡൈനാസ്റ്റി എന്ന് പറയുന്നത് കുഷാന ഡൈനാസ്റ്റിയാണ്. കുഷാന ഡൈനാസ്റ്റിയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്? ഗോൾഡ് കോയിൻസ് ഇഷ്യൂ ചെയ്യുന്നത്. ആൻഡ് അതുപോലെ തന്നെ കുഷാന ഡൈനാസ്റ്റിയിലെ ഫേമസ് ആയിട്ടുള്ള റൂളർ ആയിരുന്നു കനിഷ്ക എന്ന് പറയുന്നത്. കുഷാന ഡൈനാസ്റ്റിയിലെ റൂളേഴ്സിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റൂളർ ആണെന്ത്? കനിഷ്ക എന്ന് പറയുന്നത്. ആൻഡ് കനിഷ്കയാണ് എന്ത് ചെയ്യുന്നത്? ഫോർത്ത് ബുദ്ധിസ്റ്റ് കൗൺസിൽ ഓർഗനൈസ് ചെയ്യുന്നത്. ബുദ്ധിസ്റ്റ് കൗൺസിലുകളിലെ ഫോർത്ത് ബുദ്ധിസ്റ്റ് കൗൺസിൽ ഓർഗനൈസ് ചെയ്യുന്നത് കനിഷ്കയാണ്. ആൻഡ് ഈ ഫോർത്ത് ബുദ്ധിസ്റ്റ് കൗൺസിൽ എന്ന് പറയുന്നത് കാശ്മീരിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? നടത്തുന്നത്. ബുദ്ധിസ്റ്റ് കൗൺസിലുകളിലെ നാലാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ ഓർഗനൈസ് ചെയ്യുന്നത് കനിഷ്കയാണ്. ആൻഡ് ഈ ഫോർത്ത് ബുദ്ധിസ്റ്റ് കൗൺസിൽ നടക്കുന്നത് കശ്മീരിൽ വെച്ചിട്ടായിരുന്നു. ആൻഡ് ഈ ഫോർത്ത് ബുദ്ധിസ്റ്റ് കൗൺസിലാണ് എന്ത് ചെയ്യുന്നത്? മഹായാന ബുദ്ധിസം ഒഫീഷ്യലി അഡോപ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ഫോർത്ത് ബുദ്ധിസ്റ്റ് കൗൺസിലാണ്. സോ കുഷാന ഡൈനാസ്റ്റി ആണ് എന്തിന് ഫേമസ് ആയിട്ടുള്ളത്? മഹായാന ബുദ്ധിസത്തിന്റെ സ്പ്രെഡ് അല്ലെങ്കിൽ മഹായാന ബുദ്ധിസം സ്പ്രെഡ് ചെയ്തതിൽ വൺ ഓഫ് ദ കീ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ കീ റോൾ വഹിച്ചിരുന്ന ഒരു ഡൈനാസ്റ്റി എന്ന് പറയുന്നത് കുഷാന ഡൈനാസ്റ്റി ആയിരുന്നു. ബിക്കോസ് കനിഷ്ക ഓർഗനൈസ് ചെയ്ത ഫോർത്ത് ബുദ്ധിസ്റ്റ് കൗൺസിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? മഹായാന ബുദ്ധിസം ഒഫീഷ്യലി ഓർ ഫോർമലി എന്ത് ചെയ്യുന്നത്? അഡോപ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മഹായാന ബുദ്ധിസത്തിന്റെ സ്പ്രെഡിന് കാരണക്കാരായിട്ടുള്ള ഒരു ഡൈനാസ്റ്റിയാണെന്ത്? കുഷാന ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇയറിലെ CGL എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഫ്രം ഫൗണ്ടേഷൻ ലെവൽ മുതൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദിശ അക്കാഡമിയുടെ SSC കംപ്ലീറ്റ് കോഴ്സിന്റെ അഡ്മിഷൻസ് ഇപ്പോൾ ഓപ്പൺ ആണ്. ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സിൽ ദിശ അക്കാഡമിയുടെ തന്നെ പ്രിന്റഡ് ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ആൻഡ് അത് ത്രൂ കൊറിയർ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ആൻഡ് ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് പേഴ്സണൽ മെന്റർഷിപ്പ് അവൈലബിൾ ആയിരിക്കും. പേഴ്സണൽ മെന്റർഷിപ്പ് കൂടി ഈ ഒരു കോഴ്സിനകത്ത് അവൈലബിൾ ആയിരിക്കും. ആൻഡ് ഫർദർ ഈ കോഴ്സിനെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് ആവശ്യമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 8075753676 ആൻഡ് 7012615062. നെക്സ്റ്റ് ഇയറിലേക്കുള്ള SSC എക്സാംസിന് എല്ലാ SSC എക്സാംസിനും പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ ആണ് ഈ ഒരു SSC കംപ്ലീറ്റ് കോഴ്സ് എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, who among the following was the first home minister of independent India? ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ ആദ്യത്തെ ഹോം മിനിസ്റ്റർ ആരായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ബൽദേവ് സിംഗ്, ഓപ്ഷൻ ബി മൗലാന അബ്ദുൽ കലാം ആസാദ്, ഓപ്ഷൻ സി ഹുമയൂൺ കാബിർ ആൻഡ് ഓപ്ഷൻ ഡി സർദാർ വല്ലഭായ് പട്ടേൽ. ഇവരിൽ ആരാണ് ഇൻഡിപെൻഡന്റ് ഇന്ത്യയുടെ ഫസ്റ്റ് ഹോം മിനിസ്റ്റർ എന്നാണ് ക്വസ്റ്റ്യൻ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു ഇൻഡിപെൻഡന്റ് ഇന്ത്യയുടെ, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഹോം മിനിസ്റ്റർ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഹോം മിനിസ്റ്റർ ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ എന്ന് പറയുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. അതുപോലെ തന്നെ സർദാർ വല്ലഭായ് പട്ടേൽ തന്നെയായിരുന്നു ഇൻഡിപെൻഡന്റ് ഇന്ത്യയുടെ ആദ്യത്തെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത്. സർദാർ വല്ലഭായ് പട്ടേലിന് രണ്ട് റോളായിരുന്നു ഉണ്ടായിരുന്നത്, ഹോം മിനിസ്റ്ററും ആയിരുന്നു, അതുപോലെ തന്നെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററും കൂടി ആയിരുന്നു. ബൽദേവ് സിംഗിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ബൽദേവ് സിംഗ് ആണ് ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിഫൻസ് മിനിസ്റ്റർ എന്ന് പറയുന്നത്. ഹീസ് ദ ഫസ്റ്റ് ഡിഫൻസ് മിനിസ്റ്റർ ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ. ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിഫൻസ് മിനിസ്റ്റർ ആണ് ബൽദേവ് സിംഗ് എന്ന് പറയുന്നത്. ആൻഡ് മൗലാന അബുൽ കലാം ആസാദ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ ഫസ്റ്റ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആണ്. ഫസ്റ്റ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ ആണ് മൗലാന അബുൽ കലാം ആസാദ് എന്ന് പറയുന്നത്.
വല്ലഭായ് പട്ടേൽ ആയിരുന്നു ആദ്യത്തെ ഹോം മിനിസ്റ്റർ, ബൽദേവ് സിംഗ് ആയിരുന്നു ആദ്യത്തെ ഡിഫൻസ് മിനിസ്റ്റർ, ആൻഡ് മൗലാന അബുൽ കലാം ആസാദ് ആയിരുന്നു ആദ്യത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ. Next question. The Bharatmala project of the government of India comes under which of the following ministries of India? ഇന്ത്യയിലെ ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാണ് ഭാരത്മാല പ്രൊജക്ട് വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്, ഓപ്ഷൻ ബി മിനിസ്ട്രി ഓഫ് പോർട്സ്, ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ്, ഓപ്ഷൻ സി മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ്, ഓപ്ഷൻ ഡി മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. ഇതിലേത് മിനിസ്ട്രിയുടെ അണ്ടറിലാണ് ഭാരത്മാല പ്രൊജക്ട് വരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ്, മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ്. മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസിന്റെ അണ്ടറിലാണ് ഭാരത്മാല പ്രൊജക്ട് വരുന്നത്. ആൻഡ് ഭാരത്മാല പ്രൊജക്ട് എന്ന് പറയുന്നത് ഇതൊരു സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ്. ഭാരത്മാല പ്രൊജക്ട് ഈസ് എ സെൻട്രലി സ്പോൺസേർഡ് സ്കീം. ഒരു സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ് ഈ ഒരു ഭാരത്മാല പ്രൊജക്ട് എന്ന് പറയുന്നത്. അതായത് ഫണ്ടിങ് എന്ന് പറയുന്നത് എന്തായിരിക്കും, സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റ്സിന്റെ ഇടയിൽ ഷെയർഡ് ആയിരിക്കും ഈ ഒരു പ്രൊജക്ടിന്റെ ഫണ്ടിങ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഭാരത്മാല പ്രൊജക്ട് എന്ന് പറയുന്നത് ഇന്ത്യയിലെ റോഡ് നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു സ്കീം ഒരു പ്രൊജക്ട് ആണ് ഭാരത്മാല പ്രൊജക്ട് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ റോഡ് നെറ്റ്വർക്ക് എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഭാരത്മാല പ്രൊജക്ടിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ആൻഡ് ഇത് വരുന്നത് മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസിന്റെ അണ്ടറിലാണ്. ആൻഡ് ദിസ് ഇസ് എ സെൻട്രലി സ്പോൺസേർഡ് സ്കീം. ഭാരത്മാല പ്രൊജക്ട് എന്ന് പറയുന്നത് ഒരു സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ്. അതായത് ഫണ്ടിങ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഇടയിൽ ഷെയർഡ് ആയിരിക്കും. Next question. What was the status of the agricultural sector in India before the Green Revolution? ഗ്രീൻ റവല്യൂഷന് മുന്നേ ഇന്ത്യയിലെ അഗ്രികൾച്ചറൽ സെക്ടറിന്റെ സ്റ്റാറ്റസ് ഓർ കണ്ടീഷൻ എന്തായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ യൂസ് ഓഫ് ഓൾഡ് ടെക്നോളജി ആൻഡ് ആബ്സെൻസ് ഓഫ് റിക്വയർഡ് ഇൻഫ്രാസ്ട്രക്ചർ. ഓപ്ഷൻ ബി യൂസ് ഓഫ് ട്രഡീഷണൽ ടെക്നോളജി ആൻഡ് ദി അബൻഡൻസ് ഓഫ് റിക്വയർഡ് ഇൻഫ്രാസ്ട്രക്ചർ. ഓപ്ഷൻ സി യൂസ് ഓഫ് അഡ്വാൻസ്ഡ് ടെക്നോളജി ആൻഡ് ഹൈ പ്രൊഡക്ടിവിറ്റി. ഓപ്ഷൻ ഡി യൂസ് ഓഫ് അഡ്വാൻസ് ടെക്നോളജി ആൻഡ് ഡിപ്പെൻഡൻസി ഓൺ റെയിൻഫോൾ. ഇതിലേതായിരുന്നു ഗ്രീൻ റവല്യൂഷന് മുന്നേ ഉള്ള ഇന്ത്യയുടെ അഗ്രികൾച്ചർ സെക്ടറിന്റെ സ്റ്റാറ്റസ് ഓർ കണ്ടീഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, യൂസ് ഓഫ് ഓൾഡ് ടെക്നോളജി ആൻഡ് ആബ്സെൻസ് ഓഫ് റിക്വയർഡ് ഇൻഫ്രാസ്ട്രക്ചർ. ഗ്രീൻ റവല്യൂഷൻ വരുന്നതിന് മുന്നേ നമ്മൾ യൂസ് ചെയ്തിരുന്നത് പഴയ ഓൾഡ് ടെക്നിക്സ് ആയിരുന്നു, ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്നിക്കുകളായിരുന്നു. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ എന്തില്ലായിരുന്നു, അഗ്രികൾച്ചർ സെക്ടറിൽ അവൈലബിൾ അല്ലായിരുന്നു. നമ്മൾ യൂസ് ചെയ്തിരുന്നതും ട്രഡീഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് ഓൾഡ് ഏജിലുള്ള സീഡ് ആയിരുന്നു. ഹൈ ഈൽഡിംഗ് വെറൈറ്റി സീഡ്സ് ഒന്നും നമ്മൾ എന്ത് ചെയ്തിരുന്നില്ല, ഗ്രീൻ റവല്യൂഷന് മുന്നേ യൂസ് ചെയ്തിരുന്നില്ല. ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ടൂൾസും ടെക്നിക്സും ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. ആൻഡ് ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ പോലും നമുക്ക് ആ ഒരു പീരീഡിൽ നമുക്ക് ലഭ്യമല്ലായിരുന്നു. ആൻഡ് അതുകൊണ്ട് തന്നെ ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള ആ ഒരു എക്കോണമി എന്ന് പറയുന്നത് എന്തായിരുന്നു, ഡിപ്ലീറ്റഡ് എക്കോണമി ആയിരുന്നു. സോ ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷമുള്ള ആ ഒരു എക്കോണമി എന്ന് പറയുന്നത് ഡിപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു എക്കോണമി ആയിരുന്നു. അതായത് നമ്മളുടെ കയ്യിലുണ്ടായിരുന്ന അസറ്റ്സ് എല്ലാം തന്നെ എന്തായിരുന്നു, ഔട്ട്ഡേറ്റഡ് ആയിരുന്നു, അല്ലെങ്കിൽ എന്താണ് എക്സസീവ് യൂസ് മൂലം ബോൺ ഔട്ട് ആയിട്ടുള്ള ടെക്നിക്സ് ആയിരുന്നു. ആൻഡ് പുതിയ ടെക്നിക്സിന് വേണ്ടിയിട്ടുള്ള യാതൊരുവിധ ഇൻവെസ്റ്റ്മെന്റും നമ്മുടെ എക്കോണമിയിൽ ഉണ്ടായിരുന്നില്ല. ആൻഡ് ഗ്രീൻ റവല്യൂഷന് മുന്നേ വരെ അഗ്രികൾച്ചറൽ സെക്ടറിലും നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഓൾഡ് ടെക്നിക്സും അതുപോലെ എന്തായിരുന്നു നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ പോലും അഗ്രികൾച്ചർ സെക്ടറിൽ അവൈലബിൾ അല്ലായിരുന്നു. Next question. Which of the following rulers shifted his capital from Delhi to Daulatabad? ഇതിൽ ഏത് റൂളറാണ് തന്റെ ക്യാപിറ്റൽ ഡൽഹിയിൽ നിന്ന് ദൗലത്താബാദിലേക്ക് ഷിഫ്റ്റ് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഗിയാസുദ്ദീൻ തുഗ്ലക്, ഓപ്ഷൻ ബി മുഹമ്മദ് ബിൻ തുഗ്ലക്, ഓപ്ഷൻ സി ഹുമയൂൺ ആൻഡ് ഓപ്ഷൻ ഡി അക്ബർ. ഇവരിൽ ആരാണ് തന്റെ ക്യാപിറ്റൽ ഡൽഹിയിൽ നിന്ന് ദൗലത്താബാദിലേക്ക് ഷിഫ്റ്റ് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, മുഹമ്മദ് ബിൻ തുഗ്ലക്. മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ് എന്ത് ചെയ്യുന്നത്, തന്റെ ക്യാപിറ്റൽ ഡൽഹിയിൽ നിന്ന് ദൗലത്താബാദിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇനി മുഹമ്മദ് ബിൻ തുഗ്ലക് എന്ന് പറയുന്നത് ഗിയാസുദ്ദീൻ തുഗ്ലക്കിന്റെ സൺ ആയിരുന്നു. ഗിയാസുദ്ദീൻ തുഗ്ലക്കിന്റെ മകനായിരുന്നു മുഹമ്മദ് ബിൻ തുഗ്ലക് എന്ന് പറയുന്നത്. ആൻഡ് ഗിയാസുദ്ദീൻ തുഗ്ലക് ആണ് എന്ത് ചെയ്യുന്നത്, തുഗ്ലക് ഡൈനാസ്റ്റി ഫൗണ്ട് ചെയ്യുന്നത്.
സോ തുഗ്ലക് ഡൈനാസ്റ്റി ഫൗണ്ട് ചെയ്യുന്നത് ഗിയാസുദ്ദീൻ തുഗ്ലക് ആണ്. ഹി വാസ് ദി ഫൗണ്ടർ ഓഫ് ദി തുഗ്ലക് ഡൈനാസ്റ്റി. ഗിയാസുദ്ദീൻ തുഗ്ലക് ആണ് തുഗ്ലക് ഡൈനാസ്റ്റി എന്ത് ചെയ്യുന്നത്, ഫൗണ്ട് ചെയ്യുന്നത്. ഹി വാസ് എ ഫൗണ്ടർ ഓഫ് തുഗ്ലക് ഡൈനാസ്റ്റി. ആൻഡ് ഗിയാസുദ്ദീൻ തുഗ്ലക്കിന്റെ മകനായിരുന്നു, എൽഡസ്റ്റ് സൺ ആയിരുന്നു മുഹമ്മദ് ബിൻ തുഗ്ലക് എന്ന് പറയുന്നത്. മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ് എന്ത് ചെയ്യുന്നത്, തന്റെ ക്യാപിറ്റൽ ഡൽഹിയിൽ നിന്ന് ദൗലത്താബാദിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ദൗലത്താബാദിന്റെ ഒറിജിനൽ നെയിം എന്ന് പറയുന്നത് ദേവഗിരി എന്നായിരുന്നു. ദേവഗിരിയാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്, ദൗലത്താബാദ് ആയിട്ട് മാറുന്നത്. ദേവഗിരി ആയിരുന്നു ഒറിജിനൽ നെയിം, ദൗലത്താബാദിന്റെ ഒറിജിനൽ നെയിം എന്ന് പറയുന്നത്. പിന്നീട് മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ് എന്ത് ചെയ്യുന്നത്, ദേവഗിരിയെ ദൗലത്താബാദ് ആയിട്ട് റീനെയിം ചെയ്യുന്നത്. സോ ഡൽഹിയിൽ നിന്ന് ദൗലത്താബാദിലേക്ക് തന്റെ ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്യുന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ്. ആൻഡ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡെക്കാൻ റീജിയനിൽ അല്ലെങ്കിൽ സെൻട്രൽ ഇന്ത്യയിൽ തനിക്ക് കുറച്ചും കൂടി കൺട്രോൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട്, തന്റെ എൻറ്റയർ എംപയറും കുറച്ചും കൂടി കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സെൻട്രൽ ലൊക്കേഷൻ വേണം. ആൻഡ് ഡെക്കാനെ കൺട്രോൾ ചെയ്യണമെങ്കിലും ആ ഡെക്കാന് നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനിലായിരിക്കണം തന്റെ ക്യാപിറ്റൽ എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഡൽഹിയിൽ നിന്ന് ദൗലത്താബാദിലേക്ക് മുഹമ്മദ് ബിൻ തുഗ്ലക് തന്റെ ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതൊരു മണ്ടത്തരം, ഇതൊരു എന്താണ്, ഒരു ബുദ്ധിപരമല്ലാത്ത ഒരു നീക്കമായിരുന്നു. ആൻഡ് ലേറ്റർ എന്ത് ചെയ്യേണ്ടി വന്നു, മുഹമ്മദ് ബിൻ തുഗ്ലക്കിന് ക്യാപിറ്റൽ തിരിച്ച് ഡൽഹിയിലേക്ക് റീഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു. പല പ്രശ്നങ്ങൾ അദ്ദേഹം ദൗലത്താബാദിൽ ഫേസ് ചെയ്തു. ആൻഡ് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, ദൗലത്താബാദിൽ നിന്ന് തിരിച്ച് ഡൽഹിയിലേക്ക് അദ്ദേഹത്തിന് ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യം വന്നു. ആൻഡ് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ വൈസ് ഫോൾ എന്ന് എന്ത് ചെയ്യാറുണ്ട്, വിളിക്കാറുണ്ട്. ബുദ്ധിമാനായ വിഡ്ഢി എന്ന് എന്ത് ചെയ്യാറുണ്ട്, മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ വിളിക്കാറുണ്ട്. ബിക്കോസ് അദ്ദേഹത്തിന്റെ പല അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസും എന്തായിരുന്നു, മണ്ടത്തരങ്ങളായിരുന്നു. ആൻഡ് അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ വൈസ് ഫൂൾ എന്ന് വിളിക്കാറുള്ളത്. മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ് ഡൽഹിയിൽ നിന്ന് ദൗലത്താബാദിലേക്ക് എന്ത് ചെയ്യുന്നത്, തന്റെ ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which institution was established in India in 1992 to oversee and regulate the financial market? ഇന്ത്യയിലെ ഫൈനാൻഷ്യൽ മാർക്കറ്റ് ഓവർസീ ചെയ്യാനും റെഗുലേറ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് 1992 എസ്റ്റാബ്ലിഷ് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷൻ ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി. ഓപ്ഷൻ ബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഓപ്ഷൻ സി, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓപ്ഷൻ ഡി, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. ഇതിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് 1992 ഫൈനാൻഷ്യൽ മാർക്കറ്റ്സിന്റെ റെഗുലേഷന് വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെബി ആണ് 1992 എന്ത് ചെയ്യുന്നത്, ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ് ഓവർസീ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി സെബിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, സെബി എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ സെബി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നത് 1988 1988 എന്ത് ചെയ്യുന്നത്, സെബി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ആസ് എ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു റെസല്യൂഷൻ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു പ്രമേയം വഴി അല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് റെസല്യൂഷൻ വഴിയാണ് എന്ത് ചെയ്യുന്നത്, 1988 സെബി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ആസ് എ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. അതിനുശേഷം 1992 എന്ത് ചെയ്യുന്നത്, സെബിക്ക് സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് കൊടുക്കുന്നത്. സോ 1992 സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആക്ട് 1992 പാസ്സാക്കുന്നു. അത് പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, സെബി ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായിട്ട് മാറുന്നത്. 1992 എന്ത് ചെയ്യുന്നത്, സെബിക്ക് സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് കിട്ടുന്നത്. സെബി 1988 തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരുന്നു. പക്ഷെ അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഗവൺമെന്റിന്റെ ഒരു എക്സിക്യൂട്ടീവ് റെസല്യൂഷന്റെ പുറത്തായിരുന്നു. ആൻഡ് അതുകൊണ്ട് തന്നെ സെബി എന്ന് പറയുന്നത് എന്തായിരുന്നു, ഒരു നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിരുന്നു. ബട്ട് പിന്നീട് 1992 എന്ത് ചെയ്യുന്നു, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആക്ട് 1992 പാസ്സാക്കുന്നു. അത് പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, സെബിക്ക് സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സെബി ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ട് മാറുന്നു. ഇനി സെബിയുടെ ഡ്യൂട്ടി എന്താണെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യുക, ഫൈനാൻഷ്യൽ മാർക്കറ്റ് റെഗുലേറ്റ് ചെയ്യുക. കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ മാർക്കറ്റ് റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫൈനാൻഷ്യൽ മാർക്കറ്റിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, മണി മാർക്കറ്റ് എന്നും ക്യാപിറ്റൽ മാർക്കറ്റ് എന്നും. മണി മാർക്കറ്റ് റെഗുലേറ്റ് ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ക്യാപിറ്റൽ മാർക്കറ്റ് റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സെബിയുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാപിറ്റൽ മാർക്കറ്റിനെ വിളിക്കാനായിട്ട് പറ്റും. സോ ക്യാപിറ്റൽ മാർക്കറ്റ് റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്ത്,
സെബിയുടെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ക്യാപിറ്റൽ മാർക്കറ്റ് ഓവർസീ ചെയ്യുക, ക്യാപിറ്റൽ മാർക്കറ്റ് റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സെബിയുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇനി സെബിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സെബിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുംബൈയിലാണ് സെബിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് ഈസ് ലൊക്കേറ്റഡ് ഇൻ മുംബൈ. അതുപോലെ തന്നെ സെബിക്ക് 4 റീജിയണൽ ഓഫീസസ് ഉണ്ട്. സെബിക്ക് 4 റീജിയണൽ ഓഫീസസ് ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എവിടെയൊക്കെയാണ് സെബിയുടെ റീജിയണൽ ഓഫീസസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അഹമ്മദാബാദ് വെസ്റ്റേൺ സൈഡിൽ, ഇന്ത്യയുടെ വെസ്റ്റേൺ സൈഡിൽ അഹമ്മദാബാദിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു റീജിയണൽ ഓഫീസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഈസ്റ്റേൺ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ കൊൽക്കത്തയിലാണ് എന്ത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, റീജിയണൽ ഓഫീസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നോർത്തേൺ റീജിയനിൽ ഡൽഹിയിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് സദേൺ സൈഡിൽ ചെന്നൈയിലാണ് റീജിയണൽ ഓഫീസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് സെബിയുടെ, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് മുംബൈയിലാണ്. 4 റീജിയണൽ ഓഫീസ്, സെബിക്ക് 4 റീജിയണൽ ഓഫീസസ് ഉണ്ട്. സെബിക്ക് 4 റീജിയണൽ ഓഫീസസ് ഉണ്ട്. അഹമ്മദാബാദ് വെസ്റ്റേൺ സൈഡിൽ അഹമ്മദാബാദ്, ഈസ്റ്റേൺ സൈഡിൽ കൊൽക്കത്ത, നോർത്തേൺ സൈഡിൽ ഡൽഹി ആൻഡ് സദേൺ സൈഡിൽ ചെന്നൈ. ഇതൊക്കെയാണ് സെബിയുടെ 4 റീജിയണൽ ഓഫീസസ് എന്ന് പറയുന്നത്. Next question. All of the following measures are used to calculate the gross domestic product of India. All of the following measures are used to calculate the gross domestic product of India except ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ GDP കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാത്ത മെത്തേഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ തന്നിരിക്കുന്ന 4 മെത്തേഡ്സിൽ 3 മെത്തേഡ്സ് GDP കാൽക്കുലേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഒരു മെത്തേഡ് GDP കാൽക്കുലേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറില്ല. അത് ഏത് മെത്തേഡ് ആണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഇൻകം അപ്രോച്ച്, ഓപ്ഷൻ ബി എക്സ്പെൻഡിച്ചർ അപ്രോച്ച്, ഓപ്ഷൻ സി ട്രേഡ് അപ്രോച്ച്, ഓപ്ഷൻ ഡി പ്രൊഡക്ഷൻ അപ്രോച്ച്. GDP കാൽക്കുലേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാത്ത മെത്തേഡ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ട്രേഡ് അപ്രോച്ച്. ഇതിൽ ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്, പ്രൊഡക്ഷൻ മെത്തേഡ്, ഇത് 3 നമ്മൾ GDPയുടെ കാൽക്കുലേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. എന്നാൽ ട്രേഡ് അപ്രോച്ച് എന്ത് ചെയ്യാറില്ല, നമ്മൾ GDP കാൽക്കുലേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറില്ല. ഇന്ത്യയിൽ GDP കമ്പ്യൂട്ടേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന 3 മെത്തേഡ്സ് ആണ് പ്രൊഡക്ഷൻ മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ് ആൻഡ് ഇൻകം മെത്തേഡ്. ട്രേഡ് അപ്രോച്ച് എന്ത് ചെയ്യാറില്ല, നമ്മൾ GDP കാൽക്കുലേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറില്ല. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ മീറ്റ് ചെയ്യാം. താങ്ക്